Technopark incentives and subsidies. The first one is the Technopark, the policy of economic liberalization initiated by Government of India in 1991 and the rapid growth of the global software industry during the 1990s has substantially contributed to the growth of Technopark. Technopark aims at nurturing entrepreneurship and employment in the region. So we are going to discuss about the meaning and definition of Technopark. Technopark simply refers to technology park. It provides infrastructure and business environment as a window of business support activities to promote technology-oriented industries and develop new industries. സിമ്പിളായിട്ട് നമുക്ക് ടെക്നോ പാർക്കിനെ ടെക്നോളജി പാർക്ക് എന്ന പേരിലേക്ക് വിളിക്കാവുന്നതാണ്. ഇറ്റ് പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആസ് എ വിൻഡോ ഓഫ് ബിസിനസ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ടു പ്രൊമോട്ട് ടെക്നോളജി ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്പ് ന്യൂ ഇൻഡസ്ട്രീസ്. ടെക്നോളജി ഓറിയൻറ്റഡ് ആയിരിക്കുന്ന ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പുതുതായിരിക്കുന്ന ബിസിനസ് യൂണിറ്റുകൾ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിരിക്കുന്ന പുതുതായിരിക്കുന്ന ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരുക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസാണ് ടെക്നോ പാർക്കിലുള്ളത്. ടെക്നോ പാർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ aggregating the capacities of regional industries, universities, research centers and government agencies in order to promote their mutual interaction, build a system for regional technological innovations, creating a new technology corporate ecosystem, the establishment of business startups based on new technologies, as well as development of relevant region. Technopark is defined as ടെക്നോപാർക്ക് നമുക്ക് പറയാൻ സാധിക്കും ഒരു നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതിൽ നമ്മളുടെ റീജിയണൽ ഇൻഡസ്ട്രീസുകൾ ഉൾപ്പെടുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ് ഏജൻസീസും ഉൾപ്പെടുന്നതാണ്. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദെയർ മ്യൂച്വൽ ഇൻട്രാക്ഷൻ, ബിൽഡ് എ സിസ്റ്റം ഫോർ റീജിയണൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്. ഈ ഗവൺമെൻറ് ഏജൻസീസ് മുഖേന, യൂണിവേഴ്സിറ്റികൾ മുഖേന, റിസർച്ച് സെൻറ്റേഴ്സുകൾ മുഖേന, അതേപോലെ റീജിയണൽ ഇൻഡസ്ട്രീസ് മുഖേന, ഇവ എല്ലാം കൂടി ചേർന്ന് ഒരു മ്യൂച്വൽ ഇൻട്രാക്ഷനിലൂടെ റീജിയണൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ മീൻസ് ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് ആയിരിക്കുന്ന ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ ബിസിനസ് യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യുക, പുതുതായിരിക്കുന്ന ടെക്നോളജീസ് നമ്മുടെ എക്കോ സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയിരിക്കുന്ന തരത്തിലുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് യൂണിറ്റുകൾ, ബിസിനസ് സ്റ്റാർട്ടപ്പ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതെല്ലാം പുതിയ ടെക്നോളജിയുടെ ബേസിൽ പുതുതായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതെല്ലാമാണ് ടെക്നോ പാർക്കിൻ്റെ മെയിൻ എയിമായിട്ട് പറയുന്നത്. ആസ് എൻ ഓർഗനൈസ്ഡ് റിസർച്ച് ആൻഡ് ബിസിനസ് സെൻറ്റേഴ്സ് where academic, economic and social infrastructure meets. Technopark hosts universities, research institutions and industrial enterprises together in the same environment and facilities them to do research, development and innovation activities through mutual transfer of know-how and technology for sake of realizing value-added product. As an organized research and business center where academic and economic and social infrastructure meets. ടെക്നോ പാർക്കിലൂടെ ഓരോ ബിസിനസ് യൂണിറ്റുകളുടെയും അവരുടേതായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട്, ദെൻ കോളേജസോ യൂണിവേഴ്സിറ്റികളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസുകൾ, സ്റ്റാർട്ടപ്പ് യൂണിറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുകയാണ്, പുതുതായിരിക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാമുകളിലൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഇന്നോവേറ്റീവ് ആയിരിക്കുന്ന ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നോ പാർക്കിൻ്റെ മെയിൻ എയിമായിട്ട് പറയുന്നത്. Technopark is a technology park where the infrastructure and support facilities needed for high technology industries to start and operate are provided. In short, Technopark is a technology park. ടെക്നോ പാർക്കിൽ നമുക്കൊരു ടെക്നോളജി പാർക്ക് എന്ന പേരിലേക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. where the infrastructure and support facilities needed for high technology industries to start and operates are provided. മീൻസ് ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ ഹയസ്റ്റ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്തിട്ട് ഏതൊരു ആളുകൾക്കാണോ അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്കാണോ അവരുടേതായിരിക്കുന്ന ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടേതായിരിക്കുന്ന ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ടെക്നോ പാർക്ക് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവാം, അതേപോലെ തന്നെ
ബിസിനസ് യൂണിറ്റുകൾ ഉണ്ടാവാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷനുകൾ ഉണ്ടാവാം, റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ടാവാം. അതേപോലെ തന്നെ ഗവൺമെൻറ് ഏജൻസി കൂടി ടെക്നോ പാർക്കിൻ്റെ ഭാഗമാണ്. വൈൽ ടെക്നോ പാർക്ക് ഓർ Technopole concept is mainly used in France. These entities are referred to as research park in United States, a science park in UK, and a science city or technology city in Far East. ടെക്നോ പാർക്ക് എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസിലാണ്. ഈ ഒരു എൻറ്റിറ്റിയെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ US അറിയപ്പെടുന്ന പേര് റിസർച്ച് പാർക്ക് എന്ന പേരിലാണ്. അതേപോലെ തന്നെ UK അറിയപ്പെടുന്നത് സയൻസ് പാർക്കാണ്. ദെൻ സയൻസ് സിറ്റി ഓർ ടെക്നോളജി സിറ്റി എന്നുള്ളതാണ് മറ്റുള്ള ഏരിയയിൽ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിൽ അറിയപ്പെടുന്നൊരു പേര്. കേരളത്തിലെ ടെക്നോ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്താണ്. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് 18th November 1990 ബൈ ഗവൺമെൻറ് ഓഫ് കേരള. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി പാർക്ക് ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഏരിയാസ്. കേരളത്തിലെ ട്രിവാൻഡ്രത്തുള്ള ടെക്നോ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1990 November 18 ഇന്ത്യയിലെ ഏറ്റവും വലിയ മീൻസ് ടേംസ് ഓഫ് ഡെവലപ്ഡ് ഏരിയാസ് എത്ര ഏരിയ കൺസ്യൂം ചെയ്യുന്നു എന്നതിൻ്റെ ബേസിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫർമേഷൻ ടെക്നോളജി പാർക്കായിട്ട് അറിയപ്പെടുന്നത് ട്രിവാൻഡ്രത്തുള്ള ടെക്നോ പാർക്കാണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്ക്. എന്തൊക്കെയാണ് നമ്മളുടെ ടെക്നോ പാർക്കുകളുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബിസിനസ് സപ്പോർട്ട്, ദെൻ ബിസിനസ് ഇൻട്രൊഡക്ഷൻ, ടെക്നോളജി ഇന്നോവേഷൻസ്, സ്ട്രെങ്തനിങ് കോഓപ്പറേഷൻസ്, ദെൻ ബിസിനസ് ഇൻക്യുബേഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ബിസിനസ് സപ്പോർട്ട്സ്. ടെക്നോ പാർക്ക് സെക്യൂർ ഹൈ ടെക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ ഷെയറിംഗ് സിസ്റ്റം. ടെക്നോ പാർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈലി ടെക്നോളജി അല്ലെങ്കിൽ ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിരിക്കുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടെ ഫെസിലിറ്റീസ് ദ ഷെയറിംഗ് സിസ്റ്റം. അതേപോലെ ഫെസിലിറ്റേറ്റ് ദ ഷെയറിംഗ് സിസ്റ്റം മീൻസ് അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണോ അത് പരസ്പരം ഷെയർ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് കൂടിയാണ് ടെക്നോ പാർക്ക് ഫോളോ ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഓഫീസ് സ്പേസ്, ടെക്നിക്കൽ ഓൺട്രപ്രീനിയൽ കൺസൾട്ടൻസി സർവീസസ്. ടെക്നോ പാർക്കിൻ്റെ ഭാഗമായിട്ട് ഓരോ ബിസിനസ് യൂണിറ്റുകൾക്കും അവരുടെ ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന സ്പേസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺട്രപ്രണേഴ്സിന് അവരുടെ കൺസൾട്ടൻസി സർവീസുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റിംഗ് സപ്പോർട്ട്. ടെക്നോ പാർക്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് അവരുടെ ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റിംഗ് സപ്പോർട്ടിംഗ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓഫേഴ്സ് ട്രെയിനിങ് ടു വർക്ക് ഫോഴ്സ് ആൻഡ് സപ്ലൈസ് ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ്. അവിടെ ജോലി അല്ലെങ്കിൽ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് ടെക്നോ പാർക്കിലെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് അവർക്ക് ഏത് തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണോ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കറക്റ്റ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ക്വാളിഫൈഡ് ആയിരിക്കുന്നത് മീൻസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിന് ഏതൊരു ബിസിനസ് യൂണിറ്റിലേക്കാണോ വേണ്ടത് എപ്പോഴാണോ വേണ്ടത് അവർ കറക്റ്റ് ടൈമിൽ അപ്പോയിൻറ്റ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്ക് ഈസ് നോൺ ആസ് ബിസിനസ് സപ്പോർട്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ബിസിനസ് ഇൻട്രൊഡക്ഷൻ. ടെക്നോ പാർക്ക് ഡിസ്കവേഴ്സ് പ്രോസ്പെക്റ്റീവ് ആൻഡ് ടെക് ഫോർവേഡ് ബിസിനസ് ആൻഡ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്. മീൻസ് ഒരു ബിസിനസ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റോ ഒരു ഓൺട്രപ്രണേഴ്സ് എന്ത് ചെയ്യാണ് പുതുതായിട്ടുള്ളൊരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഐഡിയാസുമായിട്ട് കൊണ്ടുചെല്ലുന്ന സമയത്ത് ഐഡിയാസുമായിട്ട് വരുന്ന സമയത്ത് അവരുടെ ബിസിനസ് യൂണിറ്റുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇറ്റ് എനാബിൾസ് ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ട്രാൻസ്ഫേർഡ് ടെക്നോളജി. അതുകൊണ്ട് തന്നെ ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ആണോ അവരുടെ ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇറ്റ് സെക്യൂർസ് ഹൈ ടെക് എൻ്റർപ്രൈസസ് മീൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കുന്ന ടെക്നോളജി സപ്പോർട്ടുകൾ ടെക്നോ പാർക്കിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ടെക്നോളജി ഇന്നോവേഷൻസ്. Techno Park provides innovative technology development through joint study and research with industries, academia and research institutes. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്നോ പാർക്കിൽ മെമ്പേഴ്സായിട്ട് ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളായിരിക്കുന്ന ചിലപ്പോൾ റീജിയണൽ ഇൻഡസ്ട്രീസുകൾ, ദെൻ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്റേഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പാർട്ടീസ് നമ്മുടെ ടെക്നോ പാർക്കിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ടെക്നോളജിയുടെ ഇന്നോവേറ്റീവുമായിട്ട് അല്ലെങ്കിൽ ഇന്നോവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇൻഡസ്ട്രീസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ടെക്നോളജീസ്
ഏതൊക്കെയാണോ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് റീജുവനേറ്റ്സ് ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. ഇറ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ന്യൂ ടെക്നോളജീസ്. മീൻസ് ടെക്നോ പാർക്കുകളിൽ എല്ലാ കമ്പനികളുടെ അല്ലെങ്കിൽ എല്ലാ ഏജൻസി കൂടി ഒരുമിച്ച് നിന്നൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെക്നോളജിക്ക് വേണ്ടിയിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ദെൻ സ്ട്രെങ്തനിങ് കോഓപ്പറേഷൻ. ടെക്നോപാർക്ക് സ്ട്രെങ്തൻ കോഓപ്പറേഷൻ ടൈസ് ഓഫ് റിലേറ്റഡ് പാർട്ടീസ് ബൈ ഫോമിങ് ലോക്കൽ നെറ്റ്വർക്ക്സ്. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോഓപ്പറേഷൻ പരസ്പര സഹകരണം കൂടി ടെക്നോ പാർക്കുകൾ ഉറപ്പുവരുത്തുന്നുണ്ട്. മീൻസ് ലോക്കൽ നെറ്റ്വർക്ക് ചാനലുകൾ ഏതൊക്കെയാണോ അവർക്ക് അവൈലബിൾ ആയിരിക്കുന്ന ലോക്കൽ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്തിട്ട് പരസ്പരം ഇൻ്റർകണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പരസ്പരം കോഓപ്പറേഷനിലൂടെയാണ് അവരുടെ ബിസിനസ് യൂണിറ്റുകൾ റൺ ചെയ്യിപ്പിക്കുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷ് എൻ organic cooperation network for local industry with the active cooperation of academia, laboratories, government and related ഓർഗനൈസേഷൻ ഇൻ ദ റീജിയൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പരസ്പര സഹകരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരസ്പര സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റികൾ മുഖേന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് തമ്മിൽ യൂണിവേഴ്സിറ്റീസും ഈ ലബോറട്ടറീസ്, ഗവൺമെൻറ് ഏജൻസീസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഏജൻസികളുടെ പരസ്പര സഹകരണത്തോടു കൂടിയായിരിക്കും ടെക്നോ പാർക്കിലെ ബിസിനസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ബിസിനസ് ഇൻക്യുബേഷൻ. Technopark renders the full range complex of services for business incubations. Means business യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അവരുടെ വേണ്ട ബിസിനസ് ഇൻക്യുബേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ സർവീസ് ഇൻക്ലൂഡ്സ് കൺസൾട്ടിങ്, കോച്ചിങ്, അസിസ്റ്റൻസ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് കോർ ബിസിനസ് ആൻഡ് മാനേജീരിയൽ പ്രോസസ്, നെറ്റ്വർക്കിംഗ് എക്സെട്ര. അപ്പോൾ ഈ സർവീസുകളുടെ ഭാഗമായിട്ട് കൺസൾട്ടൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോച്ചിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വൈഡ് വെറൈറ്റി ഓഫ് സർവീസുകളാണ് ടെക്നോ പാർക്ക് ബിസിനസ് ഇൻക്യുബേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ് ടെക്നോ പാർക്ക്, ദെൻ കേരളത്തിലുള്ള ടെക്നോ പാർക്ക് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ദെൻ ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്ക്. ദ നെക്സ്റ്റ് ഏരിയ ഈസ് ദാറ്റ് incentives. The term incentives means stimuli for actions. The stimuli motivates entrepreneurs to start and run small scale business or industrial units. This incentives is a motivational factor that induces a person to work hard or to do his work more efficiently. Means incentives നമുക്ക് സിമ്പിളായിട്ടൊരു സ്റ്റിമുലേ ഓർ ഫോർ ആക്ഷൻസ് എന്ന പേരിലേക്ക് അറിയപ്പെടാം. മീൻസ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാണ് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഇൻസെൻറ്റീവ്സ് അറിയപ്പെടുന്നത്. Entrepreneurship in India offer a number of incentives because they fulfill two main objectives for economic development. Firstly, they facilitate decentralization of industries. They take up new ventures even in rural areas. Secondly, to facilitate the transformation of traditional techniques into modern techniques characterized by improved skill, high production and high standard of living. The stimuli motivates entrepreneurs to start and run small scale industrial units. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് സ്റ്റിമുലേ ഫോർ ആക്ഷൻസ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇൻസെൻറ്റീവ്സ്. അപ്പോൾ നമ്മളുടെ സ്റ്റിമുലേ ഫോർ ആക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റിമുലേ മീൻസ് നമുക്ക് ഇൻസെൻറ്റീവ്സ് ആയി കിട്ടുന്നൊരു എമൗണ്ട് എന്ന് പറയുന്നത് അവരൊരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്മോൾ സ്കെയിൽ യൂണിറ്റിനെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇൻസെൻറ്റീവ്സ്. ദിസ് ഇൻസെൻറ്റീവ്സ് ഈസ് എ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് that induces a person to work hard or to do his work more efficiently. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിരിക്കുന്ന ഇൻസെൻറ്റീവ്സ് ലഭിക്കുക എന്നതോടുകൂടി ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ടാണ്. ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഫണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് യൂണിറ്റിന് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഇൻസെൻറ്റീവ്സ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഇൻസെൻറ്റീവ്സ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുന്നതിലൂടെ ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരാളെ ആ ഒരു ബിസിനസ് യൂണിറ്റ് കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു ബിസിനസ് യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇൻസെൻറ്റീവ്സ് ഈസ് എ ഫൈനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ബൈ ഗവൺമെൻറ് to do industries for boosting up industrial development in all regions, particularly in backward areas. ഇൻസെൻറ്റീവ് ഈസ് ദ ഫൈനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ്. ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആണ്, അതേപോലെ തന്നെ പ്രൊമോഷണൽ അസിസ്റ്റൻസ് ആണ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും അതേപോലെ തന്നെ പ്രൊമോഷണൽ അസിസ്റ്റൻസുമാണ്
ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ മെയിനായിട്ട് ബാക്ക്വേർഡ് റീജിയനിൽ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിൽ ഒരുപാട് ഇൻഡസ്ട്രീസിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മുടെ ഇൻസെൻറ്റീവ്സിൻ്റെ മെയിൻ എയിമായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ മോട്ടിവേഷണൽ ഫോഴ്സ് വിച്ച് എൻകറേജസ് ആൻ ഓണ്ടർപ്രണർ ടു ടേക്ക് റൈറ്റ് ഡിസിഷൻ ആൻഡ് ആക്ട് അപ്പോൺ ഇറ്റ്. ഇൻസെൻറ്റീവ്സിലൂടെ ഓരോ ഓണ്ടർപ്രണേഴ്സിനും അവരുടേതായിട്ടുള്ള പ്രോജക്റ്റ് ഐഡിയാസ് കറക്റ്റ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന പ്രോജക്റ്റ് ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിലൂടെ റൈറ്റ് ഡിസിഷനിലൂടെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഈസ് ടു മോട്ടിവേറ്റ് എൻ ഓണ്ടർപ്രണർ ടു സ്റ്റാർട്ട് ന്യൂ വെഞ്ചേഴ്സ് in the larger interest of the nation and the society. Incentives include concession, subsidies and bounties. Incentives 3 തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ആണുള്ളത്. കൺസെഷൻ ഉൾപ്പെടുന്നുണ്ട്, സബ്സിഡീസ് ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ ബൗണ്ടീസ് കൂടി ഇൻസെൻറ്റീവ്സിൻ്റെ ഭാഗമാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസെൻറ്റീവ്സ്. ഏതൊക്കെയാണ് നമ്മളുടെ ഇൻസെൻറ്റീവ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, ഡീസെൻട്രലൈസേഷൻ ഓഫ് എക്കണോമിക് പവർ. Incentives encourage prospective entrepreneurs to take up new ventures. ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഓരോ ഓണ്ടർപ്രണേഴ്സിനും അവരുടേതായിട്ടുള്ള ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് റിസൾട്ട് ഇൻ ഡീസെൻട്രലൈസേഷൻ ഓഫ് എക്കണോമിക് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ എക്കണോമിക് പവർ കുറച്ച് ആളുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത് ഒഴിവാക്കിയിട്ട് അത്യാവശ്യം നല്ല സ്കില്ലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഐഡിയാസ് ഉള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് സഹായിക്കുന്നുണ്ട്. ദെൻ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഇൻ അവർ കൺട്രി ദർ ഈസ് എ ഇംബാലൻസ് ബിറ്റ്വീൻ ദ ഡെവലപ്മെൻറ്റ് അക്രോസ് ഡിഫറെൻറ്റ് റീജിയൻസ്. നമ്മുടെ രാജ്യം എടുക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ തമ്മിലൊരു ഇംബാലൻസ് അല്ലെങ്കിൽ ക്രോസ് മാച്ച് ഒരിക്കലും ഫോളോ ചെയ്യുന്നില്ല. മീൻസ് ചില ഏരിയയിൽ ഹൈ ഇൻകം ഗ്രൂപ്പുകൾ ഉണ്ടാവാം, ചില ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകളുണ്ടായിരിക്കാം. സം ആർ വെൽ ഡെവലപ്ഡ് ആൻഡ് സം ആർ അണ്ടർ ഡെവലപ്ഡ്. ഇൻസെൻറ്റീവ്സ് ആർ ഗിവൻ ടു ഓണ്ടർപ്രണേഴ്സ് എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. അതുകൊണ്ട് തന്നെ ഈ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ബാക്ക്വേർഡ് ഏരിയാസിൽ അവരുടേതായിട്ടുള്ള ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് യൂണിറ്റിനെ 100% സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ജോഗ്രഫിക്കൽ ഏരിയാസ് തമ്മിലുള്ള ഇംബാലൻസസ്, റീജിയണൽ ഇംബാലൻസ് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടെക്നോളജി. Incentives help the transformation of traditional technology into modern technology. ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ട്രഡീഷണൽ ടെക്നോളജീസ് മാറ്റിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ടെക്നോളജീസ് ഏതൊക്കെയാണോ അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആണോ അവൈലബിൾ ആയിരിക്കുന്നത് ആ ടെക്നോളജി അവരുടെ ബിസിനസ് ഫേംസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ലോ സ്കില്ലിലൂടെ അല്ലെങ്കിൽ അവരുടെ ലോ പ്രൊഡക്ടിവിറ്റി, ലോ വേജ് ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസ് ഒഴിവാക്കിയിട്ട് ഇംപ്രൂവ്ഡ് സ്കിൽ, ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹൈ വേജസ് ആൻഡ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഓവർകമ്മിങ് ഡിഫിക്കൽട്ടീസ്. The package of incentives and concessions are given to entrepreneurs for setting up units both in backward as well as developed district. നമ്മുടെ ഇൻസെൻറ്റീവ്സ് ആൻഡ് കൺസെഷൻസ് എല്ലായ്പ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് ബാക്ക്വേർഡ് ഏരിയാസിലും അതേപോലെ തന്നെ ഡെവലപ്ഡ് ഏരിയാസിലുമായിരിക്കും. ബട്ട് ജനറലി ഇറ്റ് ഈസ് ഗിവൺ ഫോർ സെറ്റിംഗ് അപ്പ് യൂണിറ്റ്സ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. പക്ഷേ അത് മെയിനായിട്ട് എയിം ചെയ്യുന്നത് ബാക്ക്വേർഡ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡ്രോബാക്സ് ഏതൊക്കെയാണോ ഈ ഒരു ഡ്രോബാക്സ് എല്ലാം ഓവർകം ചെയ്ത് അവരുടെ ബിസിനസ് യൂണിറ്റിനെ 100% സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. Then generate industrialization. Industry policies uses incentives both to correct the market imperfection and to accelerate the process of industrialization in the country. Means ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് ഇൻസെൻറ്റീവ്സ് ഓഫർ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ടാകുന്ന ഇംപെർഫെക്ഷൻസും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനെ കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്യാൻ എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത്. റീജിയണൽ ബാലൻസസ് can also lead to effective utilization of regional resources, removal of disparities in income and level of living. Means നമ്മൾ പ്രോപ്പർ ആയിരിക്കുന്ന ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡീസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതിലൂടെ മാക്സിമം ബിസിനസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ എൻകറേജ് ഓണ്ടർപ്രണർഷിപ്പ്.
ദ ന്യൂ ഓണ്ടർപ്രണേഴ്സ് ഫേസസ് മെനി ഓബ്സ്റ്റക്കിൾസ് ഓൺ അക്കൗണ്ട് ഓഫ് ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. പുതുതായിട്ടൊരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ന്യൂ ഓണ്ടർപ്രണേഴ്സിന് ഒരുപാട് തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് അവരുടെ ബിസിനസ് യൂണിറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബീങ് എ ന്യൂ എൻട്രാൻഡ് ദ ഓണ്ടർപ്രണേഴ്സ് മേ ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഓണ്ടർപ്രണറിയൽ സ്കിൽസ്. അതേപോലെ തന്നെ പുതുതായിട്ടൊരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഓണ്ടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് അവരുടേതായിട്ടുള്ള മാർക്കറ്റിംഗ് സ്കില്ലുകൾ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ സ്കില്ല് അത്രമാത്രം ഡെവലപ്പ് ചെയ്തിരിക്കണം എന്നില്ല. ഓണ്ടർപ്രണർ റിക്വയർസ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് ഏജൻസീസ് ടു കോമ്പീറ്റ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ അവരുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്ത് അവരുടെ മാർക്കറ്റിൽ അവർ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മാർക്കറ്റിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അപ്രോപ്രിയേറ്റ് ആയിരിക്കുന്ന സപ്പോർട്ടുകൾ നിർബന്ധമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സബ്സിഡീസിലൂടെ അല്ലെങ്കിൽ കൺസെഷൻസ് അല്ലെങ്കിൽ ബൗണ്ടീസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓണ്ടർപ്രണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഹെൽപ്പ് ടു ഓവർകം കോമ്പറ്റീഷൻസ്. ഇൻ ദിസ് കോമ്പറ്റേറ്റീവ് വേൾഡ് സ്മോൾ സ്കെയിൽ ഓണ്ടർപ്രണേഴ്സ് established by entrepreneurs face stiff competition from big firms. നമ്മൾ ഈ കാണുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അവരെല്ലാം ഇപ്പോഴും ബിഗ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ വലിയ ലാർജ് ബിസിനസ് ഫേംസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാർജ് ബിസിനസ് ഫേമിൽ നിന്ന് എല്ലാം ഇപ്പോഴും അവർ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിരിക്കും സപ്പോർട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കൊരിക്കലും ഈ ഒരു കോമ്പറ്റീഷൻ സർവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് യൂണിറ്റ് ഗ്രോത്ത് മീൻസ് വളർത്തിക്കൊണ്ടുവരാനോ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചില തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ മാത്രമേ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് യൂണിറ്റുകൾ അവർക്ക് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ആണ് റിസർവേഷൻ പോളിസീസ്, പ്രൈസ് പ്രിഫറൻസസ്, പ്രിഫറൻഷ്യൽ പർച്ചേസ് എക്സെട്ര. ദെൻ നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ്. The need for incentives and subsidies arises for the following reasons. The first one is that to remove regional disparities in development. നമ്മളിവിടെ പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്ന നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ റീജിയണൽ ഇംബാലൻസസ് ഒഴിവാക്കിയിട്ട് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോയിന്റ് തന്നെയാണ്. ദെൻ ടു പ്രൊമോട്ട് ഓണ്ടർപ്രണർഷിപ്പ്. അതേപോലെ തന്നെ നമ്മുടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് ഒരുപാട് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ കേസിലാവാം, മാർക്കറ്റിംഗ് അസിസ്റ്റൻസിൻ്റെ കേസിലാവാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ് ആയിരിക്കുന്ന ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തായിരിക്കും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഇംബാലൻസസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് അവരുടെ ബിസിനസ് യൂണിറ്റ് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിരിക്കുന്ന കൺസെഷൻ ഫൈനാൻസുകൾ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ, അവൈലബിലിറ്റി ഓഫ് പവറുകൾ, അതേപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി, ട്രാൻസ്പോർട്ട് സബ്സിഡി, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുത്ത് ഓണ്ടർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ ടു പ്രൊവൈഡ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ട പ്രോഗ്രാംസുകളായിരിക്കുന്ന അവരുടെ ബിസിനസ് യൂണിറ്റുകൾ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന അഡീഷണൽ ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ്. പ്രോപ്പർ ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡീസ് പ്രോഗ്രാംസിലൂടെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനും വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡീസിൽ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾ, ജോലിയൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ അവരുടേതായിട്ടുള്ള ബിസിനസ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ നീഡ്സ് ഫോർ ഇൻസെൻറ്റീവ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ് മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലാസിഫൈഡ് ഇൻറ്റു ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ, ദെൻ ഇൻറ്റു കൺസെഷൻ, സബ്സിഡീസ് ആൻഡ് ബൗണ്ടീസ്, ദെൻ ഇൻസെൻറ്റീവ്സ് ക്ലാസിഫൈഡ് ആസ് നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. The first classification is that incentives may be classified into financial incentives and non-financial incentives. അപ്പോൾ നമ്മൾ ഇൻസെൻറ്റീവ്സിന് മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും അതേപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സുമാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് പറയുന്നത് ആ ഇൻസെൻറ്റീവ് ഇൻ ടേംസ് ഓഫ് മണി. ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് ഇൻ ക്യാഷ് ആയിട്ട്
നമ്മുടെ ഓണ്ടർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ദെൻ നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അത് നമ്മൾ ക്യാഷ് ആയിട്ടല്ല, ഇൻ കൈൻഡ് ഓർ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്, അതേപോലെ തന്നെ വേണ്ട ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്, നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്സ് ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കും. നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആയിരിക്കുന്ന മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുന്നതാണ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ദെൻ ഇൻസെൻറ്റീവ്സ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൺസെഷൻ, സബ്സിഡീസ് ആൻഡ് ബൗണ്ടി. ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഏരിയ ആണ് വാട്ട് ഈസ് കൺസെഷൻ, വാട്ട് ഈസ് സബ്സിഡി ആൻഡ് വാട്ട് ഈസ് ബൗണ്ടി. Concession means charging of less fees for services to enable the entrepreneurs compete with others. It is not a lump sum payment. Means charging of less fees for service to enable the enterprises compete with others. മീൻസ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർവീസുകൾക്ക് ലെസ് ഫീ ചാർജ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് കൺസെഷൻ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. മീൻസ് ഓണ്ടർപ്രണേഴ്സിനെ അല്ലെങ്കിൽ ഓണ്ടർപ്രൈസസുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസുകൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് 100 രൂപയുടെ സർവീസിന് എൻ്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യാന്നൊരു ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നത് 100 രൂപയ്ക്ക് പകരമായിട്ട് ഒരു 10 രൂപയോ 20 രൂപയോ അല്ലെങ്കിൽ മാക്സിമം 50% വരെ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൺസെഷൻസ്. ഫോർ എക്സാമ്പിൾ ബസ്സിലുണ്ടാകുന്ന കൺസെഷൻസ് മീൻസ് നമ്മുടെ നോർമൽ ടിക്കറ്റ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാണ് ഡിസ്കൗണ്ട് ആയിട്ട് മീൻസ് കൺസെഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും കൺസെഷന് എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ചാർജിങ് of less fees for services to enable the enterprises to compete with others. മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അവർക്ക് ചെറിയൊരു എമൗണ്ട് മാത്രം ഫീസായിട്ട് ചാർജ് ചെയ്യുന്നത്. Then second one, subsidy. Subsidy denotes a single lump sum which is given by government to an entrepreneur. ഒരൊറ്റ തവണയായിട്ട് ഗവൺമെൻറ് ഓണ്ടർപ്രണേഴ്സിന് അവരുടെ കോസ്റ്റ് അവർക്ക് എത്രയാണോ എക്സ്പെൻസ് ആയിരിക്കുന്നത് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സബ്സിഡി എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ഇറ്റ് ഡിനോട്ട്സ് എ സിംഗിൾ ലംപ് സം മീൻസ് ഒരൊറ്റ തവണയായിട്ട് ഗവൺമെൻറ് എത്ര എമൗണ്ട് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ആയിരിക്കും സബ്സിഡിയിൽ ഉണ്ടായിരിക്കും. മീൻസ് ഒരൊറ്റ തവണ മാത്രമായിരിക്കും ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കില്ല ഒരിക്കലും സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ടു ആൻ ഇൻഡസ്ട്രി വിച്ച് ഈസ് കൺസിഡേർഡ് എസെൻഷ്യൽ ഇൻ ദ നാഷണൽ ഇൻഡസ്ട്രി. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് യൂണിറ്റ് നമ്മൾ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന തരത്തിലുള്ള ബിസിനസ് യൂണിറ്റുകൾക്കാണ് സാധാരണയായിട്ട് ഗവൺമെൻറ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിംഗിൾ ലംപ് സം വിച്ച് ഈസ് ഗിവൺ ബൈ ഗവൺമെൻറ് ടു ആൻ ഓണ്ടർപ്രണർ ടു കവർ ദ കോസ്റ്റ്. ആ ബിസിനസ് യൂണിറ്റിൻ്റെ കോസ്റ്റ് കവർ ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി ഒരൊറ്റ തവണയായിട്ട് ഗവൺമെൻറ് ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും സബ്സിഡി എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി ബൗണ്ടി. ദ ടേം ബൗണ്ടി ഡിനോട്ട്സ് ബോണസ് ഓർ ഫൈനാൻഷ്യൽ എയ്ഡ് വിച്ച് ഈസ് ഗിവൺ ബൈ ഗവൺമെൻറ് ടു ആൻ ഇൻഡസ്ട്രീസ് ടു ഹെൽപ്പ് ഇറ്റ് കോമ്പീറ്റ് വിത്ത് അതർ യൂണിറ്റ്സ് ഇൻ ഹോം മാർക്കറ്റ് ഓർ ഇൻ എ ഫോറിൻ മാർക്കറ്റ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് ഔട്ട്പുട്ട്. മെയിനായിട്ട് നോക്കേണ്ടത് ബൗണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മുടെ ഹോം മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിലോ നമ്മുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബൗണ്ടി. മീൻസ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹോം മാർക്കറ്റിൽ രാജ്യത്തിനകത്തും അതേപോലെ തന്നെ രാജ്യാന്തര മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നമ്മുടെ പ്രോഡക്റ്റ് കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ബോണസ് ഓർ ഫൈനാൻഷ്യൽ എയ്ഡാണ് ബൗണ്ടി എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. അത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് to help it compete with other units in home market or in a foreign market. It is given in proportion to its output. Means bounty മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് ആ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക ഫിക്സഡ് പെർസെൻറ്റേജ് മീൻസ് ഒരു 100 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു 100 യൂണിറ്റിന് ഇത്ര പെർസെൻറ്റേജ് എന്ന ലെവലിൽ വെച്ചിട്ടായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര യൂണിറ്റ് ഗുഡ്സ് ആൻഡ് സർവീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫിക്സഡ് പ്രൊപ്പോർഷൻ ആയിരിക്കും മെയിനായിട്ട് കൊടുക്കുന്നത്.
ബോണ്ടി ഈസ് ഡിഫറെൻറ്റ് ഫ്രം സബ്സിഡി. ബോണ്ടി ഓഫേഴ്സ് ബെനിഫിറ്റ്സ് ഓൺ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. നമ്മൾ സബ്സിഡിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോണ്ടി സബ്സിഡിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ബോണ്ടി ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീസിന് വേണ്ട സർവീസുകൾ അല്ലെങ്കിൽ ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നതാണ്. പക്ഷേ സബ്സിഡി എന്ന് പറയുന്നത് മെയിനായിട്ട് രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മളിത് ഓഫർ ചെയ്യുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് സബ്സിഡിയുടെ മെയിൻ എയിമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൺസെഷനാണ്. കൺസെഷൻ എന്ന് പറഞ്ഞാൽ ചാർജിങ് ഓഫ് ലെസ് ഫീസ് ഫോർ സർവീസസ് ടു എനാബിൾ ദ ഓണ്ടർപ്രണേഴ്സ് ടു കോമ്പീറ്റ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അല്ലെങ്കിൽ ഈ സർവീസുകൾ ഓഫർ ചെയ്യുന്ന സമയത്ത് അതിന് ലെസ് ഫീസ് ചാർജ് ചെയ്യുന്നതാണ് കൺസെഷൻ. സബ്സിഡി എന്ന് പറയുന്നത് സിംഗിൾ ലംസം എമൗണ്ട് എന്ത് ചെയ്യാണ്, നാഷണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓരോ ഓണ്ടർപ്രണേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി, നാഷണൽ ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഓണ്ടർപ്രണേഴ്സിന് അവരുടെ കോസ്റ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് സിംഗിൾ ലംസമായിട്ട് കൊടുക്കുന്നതാണ് സബ്സിഡി. ദെൻ ബൗണ്ടി എന്ന് പറയുന്നത് കമ്പനികൾക്ക് അവരുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ, മീൻസ് ഹോം മാർക്കറ്റിലും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കോമ്പീറ്റ് ചെയ്ത് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നതാണ് ബൗണ്ടി. ബൗണ്ടി എത്ര യൂണിറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ ബേസിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. പക്ഷേ സബ്സിഡി എന്ന് പറയുന്നത് മെയിനായിട്ട് നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ ബേസിലായിരിക്കും, ഒരിക്കലും പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് ആയിരിക്കില്ല ചാർജ് ചെയ്യുന്നത്. പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് ആണെങ്കിൽ അതായിരിക്കും ബൗണ്ടി എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ദെൻ മൂന്നാമത്തേതായിട്ട് പറയുന്നത് ഇൻസെൻറ്റീവ്സ് ക്യാൻ ബി ഓൾസോ ക്ലാസിഫൈഡ് ആസ് നോൺ ടാക്സ് ബേസിസ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ടാക്സ് ബേസിസ് ഇൻസെൻറ്റീവ്സ്. നമ്മൾക്ക് ഇൻസെൻറ്റീവ്സിന് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. ഫസ്റ്റ് വൺ, നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. ദീസ് ആർ ഇൻസെൻറ്റീവ്സ് വിച്ച് ആർ നോട്ട് ബേസ്ഡ് ഓൺ ടാക്സ്. ഒരിക്കലും ടാക്സിൻ്റെ ബേസിലല്ല ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. സീഡ് ക്യാപിറ്റൽ SWED ആണ് കേട്ടോ സ്പെല്ലിങ്. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി ഒക്കെയാണ് നമ്മുടെ നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് ദീസ് ആർ ഇൻസെൻറ്റീവ്സ് ബേസ്ഡ് ഓൺ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. ടാക്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് ചാർജസിൻ്റെ ബേസിൽ നമുക്ക് ഇൻസെൻറ്റീവ്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ദീസ് ആർ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആർ again classified into two, physical incentives and financial incentives. First category physical incentives ആണ്. Incentives in the form of exception, rebate, refund or postponement of direct or indirect tax levied on a production or profit. മീൻസ് എന്ത് ചെയ്യാണ്, ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് ടാക്സിൽ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ടാക്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സംഷൻസ്, മീൻസ് ടാക്സ് കൊടുക്കേണ്ടാത്തതായിട്ടുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തുക, റിബേറ്റുകൾ അല്ലെങ്കിൽ ടാക്സ് ഓൾറെഡി പേ ചെയ്തതാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതേപോലെ ടാക്സ് പേ ചെയ്യേണ്ടതിന് നമുക്ക് കുറച്ചുകൂടി ടൈം അലോ ചെയ്യുക എന്നുള്ളതെല്ലാമാണ് നമ്മളുടെ ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ദെൻ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണെങ്കിൽ പറയുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് ദ കൺസെഷൻ റേറ്റ്സ്, ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ക്യാഷ് സബ്സിഡീസ്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്യാഷ് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതെല്ലാം ആണ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഇൻസെൻറ്റീവ്സിനെ മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, ദെൻ classified into concession, subsidy and bounty, then classified as non-tax based incentives and tax based incentives. Thank you.